ചെറുപ്പക്കാരോട് പറയുകയാ, റബീഉൽ അവ്വൽ മാസമാ മോനെ, നബി തങ്ങളെ സ്നേഹിക്കേണ്ട മാസമാ മോനെ. അതൊക്കെ നല്ല കാര്യമാണടാ. നബിദിനം ആഘോഷിക്കുന്നത് ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ ബാധ്യതയാണടാ. അതൊക്കെ മുത്തുനബിയോടുള്ള മഹബത്താ. ലൈറ്റ് ഇടുന്നതും വാഴ വെക്കുന്നതും കൊടികെട്ടുന്നതും ഒക്കെ നല്ല കാര്യമാ മോനെ. പക്ഷേ പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 അന്ന് 407 വിളിച്ചിട്ട് കെട്ടുകണക്കിന് ബോക്സുകൾ അടുക്കി വെച്ചിട്ട് ആൽബത്തിന്റെ പാട്ടുകൾ ഇട്ടുകൊണ്ട് ദഫ് കളിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് അസറിന്റെയും മഗ്രിബിന്റെയും ജമാഅത്ത് നിസ്കാരം നടക്കുമ്പോ പള്ളിയുടെ മുന്നിൽ കിടന്ന് അല്ലാഹുവേ നിസ്കരിക്കാതെ നിസ്കാര കളയാക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ട യുവത്വേ, ഇതല്ലടാ നബിയോടുള്ള മഹബത്ത്, ഇതല്ലടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂല് വഫാത്തിന്റെ സമയത്ത് തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വന്നപ്പോഴും റസൂലുള്ള പറഞ്ഞതെന്തെന്നറിയോ? ഉമ്മത്തി അസ്സലാ, നിസ്കാരത്തിന്റെ കാര്യം മറക്കരുതെന്നോ. അതുകൊണ്ട് നബിദിനത്തിന്റെ അന്ന് ആഘോഷിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിസ്കാര കളയാക്കിയ, ഒരു വഖത്ത് നമസ്കാരം മുടക്കിയ മോനെ, പടച്ചറപ്പ് നിന്നെ വെറുതെ വിടുമെന്ന് നീയൊന്നും കരുതണ്ടടാ ചെറുപ്പക്കാരാ. ഈ മഖാമിന്റെ അകത്ത് കിടക്കുന്ന മഹാന് അല്ലാഹു ആദരിച്ച മഹാനാ, അല്ലാഹു ഇഷ്ടപ്പെട്ട മഹാനാ. ആ മഹാനിന്റെ ഉറൂസിന്റെ അന്ന് ഇന്ന് ഈശാ നമസ്കാരം മുടക്കിയിട്ട് ചോറ് വെച്ചവരുണ്ടല്ലോ, ചോറ് വിളമ്പിയവരുണ്ടല്ലോ, ഇവിടെ ഒരുമിച്ച് കൂടിയവരുണ്ടല്ലോ. നിങ്ങൾ ആരെങ്കിലും ഇന്നത്തെ ദിവസം ഈശാ നമസ്കാരം കളയാക്കിയാല് ഇന്നെല്ലാം കഴിഞ്ഞു പിരിയുമല്ലോ. ഒരുപാട് പേര് ചോറ് വെച്ചല്ലോ, ഒരുപാട് പേര് ചോറ് വിളമ്പിയല്ലോ. ഇതേ കോലത്തിൽ നിൽക്കുകയാണ്. പലരും ഇന്ന് നിസ്കരിച്ചിട്ടില്ല. പടച്ചവനെ ഇന്ന് വാഴ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. വീട്ടിൽ ചെന്നിട്ട് ഈശാ നിസ്കരിക്കാതെ എങ്ങാണം കിടന്നുറങ്ങിയ ഉപ്പമാരേ, എന്റെ സ്നേഹനിധികളായ സഹോദരാ, ഈ ജമാഅത്തിന്റെ കമ്മിറ്റിക്കാരാ, ഈ മഖാമിൽ കിടക്കുന്ന മഹാന്റെ ശാപം നിനക്ക് കിട്ടുമടാ. ഈ മഹാന്റെ പൊരുത്തം നിനക്ക് കിട്ടൂല മക്കളെ. അതുകൊണ്ട് നിസ്കാരം കളയാക്കരുത്, ഒരു വഖത്ത് പോലും നിങ്ങൾ മുടക്കരുത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്, മരിക്കുന്ന കാലം വരെ തെണ്ടേണ്ട ഗതി അല്ലാഹു നിനക്ക് വരുത്തൂല. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിറങ്ങി വരുമ്പോ പള്ളിയുടെ മുന്നിൽ തൂർത്തു വിരിച്ചിട്ട് യാചിക്കുന്നവരെ കണ്ടിട്ടില്ലേ? മക്കളെ കെട്ടിക്കാൻ പൈസയില്ല, വീട് വെക്കാൻ പൈസയില്ല, മരുന്ന് വാങ്ങാൻ പൈസയില്ല. അങ്ങനെ ഒരു ഗതി അല്ലാഹു നിനക്ക് വരുത്തൂല. മരിക്കുന്ന കാലം വരെ പട്ടിണിയില്ലടാ. ജോലിയുണ്ടെങ്കിലും ജോലി ഇല്ലെങ്കിലും, ആരോഗ്യമുണ്ടെങ്കിലും ആരോഗ്യമില്ലെങ്കിലും, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക. അല്ലാഹുവാണ് പറയുന്നത്, ഞാൻ തരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, 6ലും 7ലും പഠിക്കുന്ന മക്കളോട് ഉമ്മ പറയുന്നത്, നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, ഉന്നതമായ വിജയം നേടണം, വല്ലാത്ത നിലയിൽ പോകണം, നല്ല ജോലി ഉണ്ടാകണം, നല്ല പൈസ ഉണ്ടാകണം. പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് മകനെ മദ്രസയിൽ വിടാത്തത്. അതുകൊണ്ടാണ് പടച്ചവന് വെള്ളിയാഴ്ച ജുമയ്ക്ക് പോലും വിടാത്ത സ്കൂളിൽ കൊണ്ടുപോയിട്ട് മക്കളെ പഠിക്കാൻ വിട്ടത്. പെങ്ങളെ, ആരാ പറഞ്ഞത് പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്ന്? എന്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ ആർത്തി കാരണം 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവനും +1 പഠിക്കുന്നവനും കഞ്ചാവ് കടത്തിയ കേസിൽ പ്രതികളാ. ഇന്ന് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നത് പ്രായമുള്ളവരല്ല, ഇന്ന് കോളേജിൽ പഠിക്കുന്ന മക്കളാണ് പടച്ചവനെ വലിയ വലിയ കഞ്ചാവുകൾ വിൽക്കുന്നത്. എന്തുകൊണ്ടെന്നറിയോ? പണം വേണമല്ലോ, പണമുണ്ടെങ്കിലല്ലേ ജീവിക്കാൻ പറ്റൂ. ഇത് പഠിപ്പിച്ചു കൊടുത്തത് മാതാവാ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ വാപ്പ നിന്നെ കെട്ടിച്ചത് പള്ളിയുടെ മുന്നിലിരുന്ന് പിരിവെടുത്തിട്ടല്ല. നിന്റെ വാപ്പ വീട് വെച്ചത് പിരിവെടുത്തിട്ടല്ല. 20 കൊല്ലം മുമ്പ് എവിടെയാണോ പിരിവെടുത്തിട്ട് വീട് വെച്ചത്? എവിടെയാ വാഴ്തു വെച്ചിട്ട് പെണ്ണ് കെട്ടിച്ചത്? ചെറിയ കൂരക്കകത്ത് കിടന്നപ്പോ ബറക്കത്തുണ്ടായിരുന്നല്ലോ. അവർക്ക് ആർക്കും പേടിയില്ലായിരുന്നല്ലോ. കാരണം അവർ 5 നേരം ജമാഅത്തായി നിസ്കരിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് അല്ലാഹുവാ പറയുന്നത്, എടാ ജോലി ഭക്ഷണം ഉണ്ടാക്കുന്നവൻ നീയല്ല, ഞാനാ റബ്ബ്, ഞാനാ റാസിഖ്.
റാസിഖ്, ഞാൻ തരാം മരിക്കുന്ന കാലം വരെ തെണ്ടാതെ ഹലാലായ ഭക്ഷണം കഴിക്കാനുള്ളത് ഞാൻ തരാം. നീ തലകുത്തി മറിയണ്ട. ഈ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ 5 നേരം നീ വന്നൊന്ന് നിസ്കരിക്കാൻ പറ്റുമോ? നിനക്ക് നല്ല ജീവിതം ഞാൻ തരാം. രണ്ടാമതായിട്ട് പടച്ചറപ്പ് പറയുകയാ, ഈ പള്ളിക്കകത്ത് നിന്റെ ജനാസ കൊണ്ടുവെക്കുമ്പോ കൊതിക്കുമടാ ചെറുപ്പക്കാരാ, നിന്റെ മയ്യത്ത് കാണുന്നവന് കൊതിക്കുമടാ നിന്നെ പോലെ മരിക്കാന്. ഞാൻ വാഴ്ന്നു നിർത്തുകയാണ്. എല്ലാവർക്കും വാശിയാണ്, എല്ലാവർക്കും വല്ലാത്ത ദേഷ്യമാണ്. പടച്ചവനെ, എല്ലാവരും പരസ്പരം ദേഷ്യം വെക്കുന്നവരാണല്ലോ. എങ്കിലും നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? അന്തല്ലദീ വലദതു ഉമ്മുക ബകിയാ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. ഉസ്താദ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യും. ഇന്നത്തെ യുവതലമുറ എങ്ങനെ? എടാ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാ ആ ഉസ്താദിന്റെ മുമ്പിൽ തന്നെ അത് ചെയ്ത് കാണിക്കും. പ്രായമുള്ളവര് പറഞ്ഞ മോനെ നബിദിനമൊക്കെ നല്ലതാ അല്ലെ, നബിദിനം വരുമ്പോ കുട്ടികളൊക്കെ ആഘോഷിക്കാറുണ്ട്, എല്ലാരും ചെയ്യാറുണ്ട്. പക്ഷെ നിസ്കാരം മുടക്കിയിട്ടുള്ള നബിദിന ആഘോഷം വേണ്ട. നബിതങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെട്ട കാര്യമല്ല. നീ ദഫ് കളിച്ചോ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ അള്ളാഹുടെ പള്ളിയിൽ നിസ്കാരം നടന്ന നിസ്കരിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വാശിയും വൈരാഗ്യമൊക്കെ കാണിക്കണം. എന്തിന്? ഇങ്ങോട്ട് നോക്ക്, വാശിയും വൈരാഗ്യമൊക്കെ കാണിക്കണം. എന്തിന്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മ എപ്പോഴും നമ്മളോട് പറയും, നമ്മളെ പ്രസവിച്ചത് മരണവേദനയുടെ വേദനയിൽ നിന്നാണ്. മരണവേദനയുടെ വേദനയിൽ നിന്നാണ് നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിച്ചതെന്ന് പറയും. സത്യത്തിൽ കേട്ട് നോക്ക്, സത്യത്തിൽ പ്രസവത്തിന് മരണവേദന ഉണ്ടോ? ഇല്ല. സത്യത്തിൽ പ്രസവത്തിന് മരണവേദനയില്ല. നമുക്കറിയില്ല. വേദനയുണ്ട്, അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. പ്രസവത്തിന് മരണവേദനയുടെ വേദനയില്ല എന്ന് പറയാൻ കാരണം, ഒരു പെണ്ണ് പ്രസവിക്കുമ്പോൾ ആ പെണ്ണിന്റെ പ്രസവ സമയത്ത് ഒരു ഡോക്ടറും 3-4 നേഴ്സുമാരും, ഇത്ര പേരല്ലേ ഉള്ളൂ, കൂടിപ്പോയ 5 നേഴ്സുമാർ അല്ലെങ്കിൽ 5 ആൾക്കാർ കയ്യും കാലും പിടിക്കാൻ. പക്ഷേ ഒരാൾ മരിക്കുന്ന സമയം അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്ക് 70 മുതൽ 70,000 വരെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരാളുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് കയ്യും കാലും പിടിച്ചു വെക്കുന്ന മലക്കിന്റെ എണ്ണം 70,000. പ്രസവ സമയത്ത് പിടിച്ചതോ 7 പേര്. അതുകൊണ്ടാ പറഞ്ഞത്, മരണവേദനയുടെ ഒരു അംശം മാത്രമേ പ്രസവ വേദനയ്ക്കുള്ളൂ. നമ്മുടെ ഉമ്മ എപ്പോഴും പറയുമല്ലോ, മോനെ വേദന സഹിച്ചാണ് പ്രസവം. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എത്ര വേദന സഹിച്ച ഉമ്മയാണെങ്കിലും പ്രസവിച്ച ഉടനെ ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ് കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. ഉമ്മാടെ മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തപ്പോ അതുവരെ കരഞ്ഞ ഉമ്മ നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുക ചെയ്ത്. ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെളിയിൽ ഇരിക്കാൻ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കാതെ കരഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായി. എന്തായി? അപ്പോഴാ നേഴ്സ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇതാ മോനാണ് കേട്ടോ, അല്ലെങ്കിൽ മോളാണ് കേട്ടോ. കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ചപ്പോ വാപ്പ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുകയാ ചെയ്തേ. നമ്മളെ കണ്ടവരെല്ലാവരും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. പക്ഷെ ആ സമയത്ത് നമ്മൾ കരയുകയായിരുന്നു. നമ്മൾ കരഞ്ഞപ്പോ നമ്മുടെ ഉമ്മ ചിരിച്ചു, നമ്മുടെ വാപ്പ ചിരിച്ചു, നമ്മളെ കണ്ടവരെല്ലാവരും നമ്മളുടെ മുഖത്ത് നോക്കി ചിരിച്ചു. എന്തിന്? ഇബ്ലീസ് പോലും നുള്ളിയിട്ട് നമ്മൾ കരയുന്നത് കണ്ടിട്ട് അവൻ ചിരിച്ചവനാ. അതുകൊണ്ട് കവി പറയുന്നു, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരോട് നീ പകരം ചോദിക്കും. കവി പറയുകയാ, മോനെ നീ നെഞ്ചു പൊട്ടിയിട്ട് കരഞ്ഞ സമയം നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരോട് നീ പ്രതികാരം ചെയ്യ. എങ്ങനെ? ഉമ്മാൻ അടിച്ചിട്ടാണോ? വാപ്പാനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ടാണ്? അല്ല. എങ്ങനാ പ്രതികാരം ചെയ്യേണ്ടത്? കഷ്ടം വെള്ള തുണിയിൽ നിന്റെ മയ്യത്ത് നിന്റെ വീടിനകത്ത് പുതച്ചു കിടത്തും. പടച്ചവനെ, നിന്റെ വാപ്പ നിന്റെ ഉപ്പ ശരീരം തളർന്നൊരു ഭാഗത്തിരിക്കും. നിന്റെ ഉമ്മ നെഞ്ചു പൊട്ടിയിട്ട് കരയുകയാ. നിന്റെ കൂടപ്പുറപ്പുകളും നിന്റെ കുടുംബക്കാരും എല്ലാരും കരയും.
അവസാനം പറയും ഉമ്മയോട്, മോനെ ഒന്ന് കാണിച്ചു കൊടുക്ക്, മോനെ ഒന്ന് കാണിച്ചു കൊടുക്ക്. നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തുമ്പോ ഉമ്മ കരയണം, നീ ചിരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അന്നാണ് ചിരിക്കേണ്ടത്. ജീവിതത്തിൽ ഒരിക്കലേ ചിരിക്കാവൂ. അതെപ്പോഴാ? മരിച്ചു കിടക്കുന്ന സമയത്ത് ചിരിക്കണം. നിന്റെ മയ്യത്ത് കാണുന്നവന്മാര് മുഴുവനും പറയണം, മരിച്ചാൽ ഇങ്ങനെ മരിക്കണം. നീ ജീവിച്ചിരുന്ന കാലത്ത് നിന്നെ പരിഹസിക്കും, നിന്നെ കളിയാക്കും, അപവാദം പറയും, ഏഷണി പറയും, പരദൂഷണം പറയും. അവൻ എന്തു വേണമെങ്കിലും പറയട്ടെ. പക്ഷെ നീ മരിച്ചെന്ന് കേൾക്കുമ്പോ എല്ലാരും പോകുമ്പോ ഇവനും കൂടെ വരും, ഇവനും കൂടെ വരും. എന്നിട്ട് വരിവരിയായി നിന്ന് നിന്റെ മയ്യത്തിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തുമ്പോ അവൻ നിന്റെ മുഖത്ത് നോക്കിയിട്ട് ആഗ്രഹിക്കണം നീ മരിച്ചതുപോലെ മരിക്കാൻ. അവൻ ഇറങ്ങി പോകുമ്പോ ഈ ജീവിച്ചിരുന്ന കാലം നിന്നെ കുറ്റം പറഞ്ഞ അതേ നാവുകൊണ്ട് മരിച്ചാൽ ഇങ്ങനെ മരിക്കണമെന്ന് അവനെ കൊണ്ട് പറയിപ്പിക്കണം. അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, എപ്പോഴെവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല. ഇന്ന് രാത്രി ഈ വഴുതു പറയുന്ന ഞാൻ എന്റെ വീടെത്തുമെന്ന് എനിക്ക് ഉറപ്പില്ല. നിങ്ങൾ ഒരാളും ഇവിടെ നിന്ന് തരുന്ന ഭക്ഷണം കഴിക്കുമെന്ന് നിങ്ങൾക്ക് ഒരാൾക്കും ഉറപ്പില്ല. അള്ളാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യന്റെ കാര്യം അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നാളെ നന്നാകാമെന്ന് പറഞ്ഞു മാറ്റിവെക്കരുത്. നന്നാകണമെങ്കിൽ ഇന്ന് രാത്രി ഈ മജ്‌ലിസിൽ ഇരുന്ന് നന്നാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, മരിക്കുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരെണ്ണം പറഞ്ഞു, ഇനി 4 എണ്ണമുണ്ട്. സമയം 10 മണിയായി. സമയം 10 മണിയാകുന്നു. ഈ നിൽക്കുന്നവര് മുഴുവനും ഇവരെ നിർത്തി പ്രയാസപ്പെടുത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വിഷയം നിർത്തുകയാ. അള്ളാഹു ആയുസ്സും ആരോഗ്യവും നൽകിയ ഇനി എന്നെങ്കിലും ഒരിക്കൽ ഒരുമിച്ച് കൂടാനും ബാക്കി പഠിക്കാനും അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തൂടെ? അപ്പൊ അൽഹംദുലില്ലാഹ് നബിദിനമൊക്കെയാണ്. അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് പറ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നബിതങ്ങളെ നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും ഒന്ന് കാണണോ? പറ കാക്കാമാരെ, കാണണം. ഇല്ലെങ്കിൽ ഈ ജീവിതം വേസ്റ്റായി പോകും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ആഗ്രഹമുള്ളവർക്കൊന്ന് കൈവക്കും. നബിതങ്ങളെ ഒന്ന് കാണണമെന്ന്. അൽഹംദുലില്ലാഹ് അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇങ്ങനെ നടന്നാ കാണാൻ പറ്റുമോ? പറ കാക്കാമാരെ, പറ്റുമോ? 36 കൊല്ലം കൊണ്ട് ഞാൻ നബിദിനം ആഘോഷിക്കുന്നവനാണ്. അള്ളാഹു മരിക്കുന്ന കാലം വരെ ആഘോഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇനി ആരൊക്കെ ഇതില്ലെന്ന് പറഞ്ഞാലും ഞാൻ ആഘോഷിക്കും. ഇപ്പൊ പുതിയ ആൾക്കാരൊക്കെ ബുദ്ധി കൂടുമ്പോ അവര് ചോദിക്കും, ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ? ഇവിടൊക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല. എല്ലാ സ്ഥലങ്ങളിലും റബീഉൽ അവ്വൽ വരുമ്പോ നീർക്കോലി തലപൊക്കണ പോലെ ചിലരൊക്കെ പൊക്കി വരും. അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നബിതങ്ങളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും മരിക്കുന്നതിന് മുമ്പ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 2 ആയത്തുകൾ ഞാൻ പറഞ്ഞുതരാം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 2 ആയത്തുകൾ ഞാൻ പറഞ്ഞുതരാം. ഈ ആയത്ത് നിങ്ങൾ നിത്യമാക്കിയാൽ നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം കിട്ടും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 2 ആയത്ത് ഞാൻ പറഞ്ഞുതരാം. ഓതിക്കൂടെ? ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തൂടെ? 2 ആയത്ത് പറഞ്ഞിട്ട് ദുആ ചെയ്യാം. ഈ ഉസ്താദെ, വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, മകൻ മരിച്ചു എന്ന് പറയുമ്പോ സാധാരണ ഞങ്ങൾ പറയും, അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ, ഖബർ വിശാലമാക്കട്ടെ, ക്ഷമിക്ക്, ഇങ്ങനെ പറയും. സത്യത്തിൽ ചിലപ്പോ അത് മനസ്സിൽ കൊണ്ട് പറയണമെന്നില്ല. അതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ നമ്മൾ ഞാൻ പറയാറ്. പക്ഷെ ഇനി എന്നോട് ആര് ചോദിച്ചാലും ഞാൻ ഒന്നും പറയില്ല. അതിന്റെ യഥാർത്ഥ വേദന എന്തെന്ന് അറിയണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിക്കണം. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാലേ അതിന്റെ വേദന എന്താ നമുക്കറിയും. ഇപ്പൊ എന്റെ ജ്യേഷ്ഠൻ, അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. സത്യം പറഞ്ഞ ഇതുവരെ എന്റെ വീട്ടില് ജ്യേഷ്ഠൻ മരിച്ചു. ഞാൻ സത്യം പറഞ്ഞ എന്റെ ഫോണില് ഞാൻ ഇങ്ങനെ വരുമ്പോ ഇന്ന് ഒരു എന്റെ ജ്യേഷ്ഠൻ അവസാനമായിട്ട് വീട്ടിൽ വന്നപ്പോ എന്റെ മോനെ എടുത്ത് കളിപ്പിക്കുന്ന ഒരു വീഡിയോ ചുമ്മാതിങ്ങനെ മൊബൈലിൽ നോക്കിയപ്പോ കണ്ണ് നിറഞ്ഞു. മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുക നമ്മൾ ഇപ്പോഴൊന്നും മരിക്കൂല.
മരിക്കൂല. ആരാ പറഞ്ഞ? ഓനെ സംബന്ധിച്ചിടത്തോളം മോന് പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ ഒന്നുമില്ല. ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചു, നിക്കാഹ് കഴിച്ചു, ഭാര്യയെ വിളിച്ചുകൊണ്ട് വന്നില്ല. വിവാഹം കഴിച്ചിട്ട് തന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് വന്നില്ല. സ്വന്തമായിട്ടൊരു വീട് വെച്ചിട്ട് 98% വീടിന്റെ പണി കഴിഞ്ഞ് ഇനി ഇന്റർലോക്ക് ഇട്ടാൽ മതി. താമസം കയറലും ഭാര്യയെ വിളിച്ചുകൊണ്ടുവരലും ഒരുമിച്ച് നടത്താനിരുന്ന ആളാണ്. പക്ഷെ രണ്ടും കിട്ടിയില്ല. അള്ളാന്റെ പള്ളിയിലെ ഇമാമ അസറിന് ഇമാമത്ത് നിന്ന് നിസ്കരിച്ച് ദുആ ചെയ്തുകൊണ്ടിരുന്നപ്പോ പോയി. അള്ളാഹു ഖബറുടെ മിസാലാക്കി കൊടുക്കുമാറാണ്. ഇതൊക്കെയുള്ളൂ മനുഷ്യന്റെ കാര്യം. അസറിന് പള്ളിയിലെ ഇമാമ മഗ്രിബിന് അതേ ഇമാമിനെ പള്ളിയുടെ മുമ്പിൽ കൊണ്ടുവച്ചു. ഇത്രയേ ഉള്ളൂ നമ്മുടെ മനുഷ്യന്റെ അവസ്ഥ. ഞാൻ പറയുന്നത്, മരിക്കുവാണെങ്കിൽ ഉമ്മ ജീവിച്ചിരിക്കുമ്പോ മരിക്കണം. എപ്പോ മരിക്കണം? എപ്പോ മരിക്കണം? ആരെങ്കിലും ആഗ്രഹിക്കോ? ഇല്ല. എന്റെ അനുഭവം വെച്ച് ഞാൻ പറയുന്നു, മരിക്കുവാണെങ്കിൽ നമ്മുടെ ഉമ്മ ജീവിച്ചിരിക്കുമ്പോ മരിക്കണം. കാരണം എന്തെന്നറിയോ? ഉമ്മാടെ ദുആയെക്കാളും ലോകത്തൊന്നും ഇവിടെ പള്ളിയിലെ ഖതീബ് ദുആ ചെയ്യുന്നതിനേക്കാളും മഹത്വമല്ലേ ഉമ്മ ദുആ ചെയ്യണം. എന്റെ ജ്യേഷ്ഠന്റെ മയ്യത്ത് വീട്ടിൽ വെച്ചപ്പോ എന്റെ ഉമ്മ അവസാനമായിട്ട് കാണാൻ വന്ന ജ്യേഷ്ഠന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഇങ്ങനെ ഉയർത്തുമ്പോ ഇക്കാടെ മുഖത്ത് നോക്കിയിട്ട് ഉമ്മ പറയുന്നുണ്ട്, പടച്ചവനെ എന്റെ മോനെ നീ സ്വർഗം കൊടുക്കണേ. ആ സാധുവിന്റെ വേദന എന്താണെന്ന് ആ പാവത്തിനല്ലേ അറിയില്ല. ഒരു ഉമ്മാടെ ദുആയേക്കാൾ ലോകത്ത് വലുതെന്ന് നമ്മൾ പറയും. ഉമ്മ ജീവിച്ചിരുന്നപ്പോ മരിച്ചെന്ന് അല്ല, ഓൻ ഭാഗ്യവാനാ. കാരണം ഉമ്മയുടെ ദുആ കാരണം കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയവർക്ക് തിരിച്ചു കിട്ടിയിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുമ്പോ കാല് തെറ്റി വീണപ്പോ അള്ള പറഞ്ഞത്, മൂസ നോക്കി നടക്ക്, ദുആ ചെയ്യാനുണ്ടായിരുന്ന ആള് പോയില്ലേ, ഉമ്മ മരണപ്പെട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നത്, നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടി എന്തെങ്കിലും ഒരു നന്മ ചെയ്യണ്ടേ? ഇങ്ങനെ കൂടി പഴത് കേട്ടു പോകുന്നതിൽ കാര്യമൊന്നുമില്ല. എല്ലാരും അള്ളാഹുവിനോട് ചോദിക്കുന്നത് നല്ല മരണമാണ്. ഞാൻ ചോദിക്കട്ടെ, മയ്യത്ത് കുളിപ്പിക്കാൻ അറിയണവരൊക്കെ ഒന്ന് കൈവക്കില്ലേ? നിങ്ങളെ കളിയാക്കിയതല്ലോ. നിങ്ങളെ ചിന്തിച്ച് നോക്കിക്കേ, നീ മരിച്ച ആരും കുളിപ്പിക്കില്ല. നമ്മളിൽ അധികം പേർക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ പോലും അറിയത്തില്ല. നമുക്ക് മക്കളെ വലിയ ഇഷ്ടമാ. എനിക്കും ഇഷ്ടമാണ്, നിങ്ങൾക്കും ഇഷ്ടമാണ്, ഖതീബിനും ഇഷ്ടം, എല്ലാവർക്കും മക്കളെ ഇഷ്ടമാ. പക്ഷെ നീ മരിച്ച കുളിപ്പിക്കാൻ പോകാൻ അറിയത്തില്ല. പള്ളിയിൽ മയ്യത്ത് കൊണ്ട് വെക്കുമ്പോ എല്ലാ മയ്യത്തിന്റെ ഇമാമും ഉസ്താദ് തന്നെയാണ്. പിന്നെന്തിനാ നീ വീട്ടിൽ 3-4 എണ്ണത്തിന് പോറ്റണില്ലേ? നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കാനുള്ള ധൈര്യം പോലും ഇല്ല. പള്ളി മയ്യത്ത് കൊണ്ടുവെക്കും. ഉസ്താദ് എല്ലാരും വരുന്നത് വരെ പ്രസംഗിക്കും. ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എല്ലാരും പള്ളിക്കകത്ത് കയറി കഴിയുമ്പോ ഉസ്താദ് പറയും, ഈ കിടക്കുന്ന മയ്യത്ത് ആരെങ്കിലും സാമ്പത്തികമായിട്ട് ഇടപാടുകൾ ഉണ്ടെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെടണം. ഞാൻ എന്റെ പള്ളിയിൽ അത് പറയൂല. കാരണം എന്തേ? ആ കിടക്കുന്നത് എന്റെ വാപ്പയല്ല, പിന്നെ എന്തിനാ ഞാൻ പറയണേ? എടാ, എന്റെ വാപ്പ മരിച്ചാൽ വാപ്പാടെ മയ്യത്ത് പള്ളി കൊണ്ടുവച്ചിട്ട് അന്തസ്സോടെ എഴുന്നേറ്റ് നിന്ന് പറയണം, ഇതെന്റെ ഉപ്പയാ, ആർക്കെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടും. നമ്മൾ പറയൂല. അത് ഖതീബിന്റെ തലയിൽ പറയണം. കാരണം കടക്കാരനായിട്ട് മരിക്കുന്നവന്റെ മയ്യത്ത് പോലും നിസ്കരിക്കരുത്. അള്ളാഹു കാക്കുമാറാകട്ടെ. നബിതങ്ങൾ നിസ്കരിക്കില്ലായിരുന്നു. പേടിക്കണം സഹോദരൻ. പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി വാപ്പാടെ കവർ എവിടാടാ? പള്ളിപ്പറമ്പിൽ എവിടാടാ? അള്ളാഹു ആലം. നീ പോകാറുണ്ടോ ഒരു യാസീൻ ഓതാൻ? അതുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടത് എന്തെങ്കിലും നിങ്ങൾ ചെയ്തു വെച്ചേ പറ്റൂ. എങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ പള്ളിയുടെ മുമ്പിൽ വെള്ളിയാഴ്ച തെണ്ടുന്നത് പോലെ പള്ളിപ്പറമ്പിൽ കിടന്ന് കബറാടിയും തെണ്ടും. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്റെ ഒരു സുഹൃത്ത് 36 വയസ്സുണ്ട്. കൊറോണ ലെൻസിൽ ബാധിച്ചിട്ട് അവസാനം സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കാണ്. അപ്പൊ ഡോക്ടർ നേഴ്സിനോട് പറഞ്ഞു, അറിയിക്കാനുള്ളവരൊക്കെ അറിയിച്ചോടാൻ പറഞ്ഞു. അറിയിക്കാനുള്ളവരോടൊക്കെ മരണം അറിയിച്ചു, സീരിയസ് ആണ്, 48 മണിക്കൂർ സമയം പറഞ്ഞു. അപ്പൊ ഈ 36 വയസ്സുകാരനായ ഉസ്താദ് ഇതെല്ലാം കേട്ടോണ്ട് കിടക്കാം. കുറച്ച് കഴിഞ്ഞപ്പോ നേഴ്സ് ഓടി വന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു, ആ രോഗി കിടന്ന് കരയുന്നു, മറ്റുള്ള രോഗികളുടെ നിങ്ങളൊന്ന് വരണം ഡോക്ടറോട്. അവസാനം ഡോക്ടർ അടുത്ത് പോയിട്ട് ഈ 36 വയസ്സുള്ള ഉസ്താദിനോട് പറഞ്ഞു,
ഞങ്ങൾ ചെയ്യാനുള്ള മരുന്നുകളെല്ലാം ചെയ്തു. ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. കടന്ന് കരയരുത്. നിങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങൾ കരഞ്ഞാൽ ടെൻഷൻ കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കരയാതെ പ്രാർത്ഥിക്കാൻ. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഞാൻ മരിക്കാൻ പേടിച്ചിട്ട് കരയില്ല. എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല. ഞാൻ മരിക്കാൻ പേടിച്ചിട്ട് കരയല്ല. കാരണം എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ തന്നെ അള്ള എന്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാ ഞാൻ കരയണേ? അപ്പൊ ഡോക്ടർ വെച്ചു, ഭാര്യയും മക്കളെയും കാണണോ? ആ ഉസ്താദിന് 2 മക്കളുണ്ട്. ഉസ്താദിനോട് ചോദിച്ചു, ഭാര്യയും മക്കളെയും കാണോ? വീഡിയോ കോൾ വിളിച്ചു തരാം. ഉസ്താദ് പറഞ്ഞു, വേണ്ട. അപ്പൊ ഡോക്ടർ വെച്ചു, ഇനി നിങ്ങൾ എന്തിനാ കരയണേ? അമുസ്ലിമായ ഡോക്ടറിന് തന്നെ അത്ഭുതം, ഉസ്താദ് എന്തിനാ കരയണേ? ആ സമയത്ത് ആ 36 വയസ്സുകാരനായ ഉസ്താദ് പറഞ്ഞ മറുപടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഉസ്താദ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ 36ാമത്തെ വയസ്സിൽ ഞാൻ മരണപ്പെട്ടു പടച്ച റബ്ബിന്റെ മുന്നിൽ പോകുമ്പോ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. ഞാൻ നന്മകളൊന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ. എന്തും കൊണ്ട് ഞാൻ ഈ നിരന്ന് നിൽക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നീ ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു നന്മ അള്ളാഹു സ്വീകരിച്ചെന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് ആർക്കെങ്കിലും? ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട്, ഒരുപാട് സദഖ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം അള്ളാഹു സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇന്ന് രാത്രി മരിച്ച നീ എന്ത് ചെയ്യും? ഈ വയല് കഴിഞ്ഞ് പോകുന്ന നീ ഇന്ന് രാത്രി മരിച്ചുപോയ രക്ഷപ്പെടാവുന്നുണ്ട്? ഒന്നുമില്ല സഹോദര. അതുകൊണ്ട് നന്നാകുക. എപ്പോ എവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം ഇവിടുത്തെ ഖബറടക്കാനുള്ള സ്ഥലം വളരെ സൗകര്യം കുറവാണ്. മയ്യത്തുകൾ പോലും ഖബറടക്കാൻ സ്ഥലമില്ല. അൽഹംദുലില്ലാഹ് അതിന്റെ അടുത്ത് കിടക്കുന്ന കുറച്ചു സ്ഥലം വാങ്ങണമെന്ന് അൽഹംദുലില്ലാഹ് ജമാഅത്ത് കമ്മിറ്റിക്ക് വലിയ ആഗ്രഹമുണ്ട്. അവനവനെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ഇപ്പൊ തരണമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ തരണമെന്ന് ഞാൻ പറയുന്നില്ല. അവനവന്റെ വീടുകളിലേക്ക് വരും ഇൻഷാ അല്ലാഹ്. ജമാഅത്ത് കമ്മിറ്റി നിങ്ങളെ തേടി വരുമ്പോ നിങ്ങളുടെ കയ്യിലുള്ളത് ഏറ്റവും കുറഞ്ഞത് അവനവന്റെ 6 അടി മണ്ണിന്റെ പൈസയെങ്കിലും കൊടുക്കാം. 1 സെന്റോ 1/2 സെന്റോ വാങ്ങി കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയാ. ദുനിയാവി ജീവിക്കുന്നതിനേക്കാളും കൂടുതൽ കിടക്കുന്നത് ഖബറിനകത്താ. ഖിയാമത്ത് നാൾ വരെ കിടക്കണം. അള്ളാഹുടെ പള്ളിക്ക് വേണ്ടിയാ കൊടുക്കുന്ന. ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. എനിക്ക് സമ്പത്തും ശരീരവും ആര് തരുന്നുണ്ടോ അവന് ഞാൻ സ്വർഗ്ഗം തരാം. വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളെ തേടി വരും. അതിന്റെ പോലെ 1 സെന്റിന് എത്ര രൂപ? 3.5 ലക്ഷം രൂപ. പടച്ചവൻ അല്ലാഹ്, ആ 3.5 ലക്ഷം വിലയുള്ള വസ്തുവിൽ കിടക്കണമെങ്കിൽ ഒരു ഭാഗ്യമാണ് അല്ലേ? അൽഹംദുലില്ലാഹ്. നിങ്ങളെ തേടി ഇവിടെ വരും. നിങ്ങളെല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം കൊടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പറഞ്ഞു കൊടുക്കൂലേ? കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷെ അത് കൊടുക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അവര് നിങ്ങളെ സമീപിക്കും. നിങ്ങളൊക്കെ കൊടുക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ പള്ളിയുടെ കുബ്ബ ഇനാരൊക്കെ അൽഹംദുലില്ലാഹ് ഒരുപാട് പേര് സഹായിച്ചു. നല്ല നിലയിലാണ് അൽഹംദുലില്ലാഹ്. അള്ളാഹു പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ അവരെ പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നേർച്ചയിലേക്ക്, ഇന്നത്തെ ഉറൂസിലേക്ക് ഒരുപാട് പേര് ഇറച്ചിയും ഭക്ഷണവും ആരിയൊക്കെ കൊടുത്തവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത കൊല്ലമില്ലേ? അടുത്ത വർഷം എന്താ ഇവിടെ കൊടുക്കാറ്? ആട്. ഇൻഷാ അല്ലാഹ്. എനിക്കാണെങ്കിൽ എല്ലാ ദിവസവും പിരിച്ച് എനിക്കിപ്പോ പിരിക്കാതിരിക്കാൻ പറ്റില്ല. അതിന്റെ സവാൽ എനിക്ക് പിരിച്ചേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു പിരിക്കണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അടുത്ത കൊല്ലം നടക്കുന്ന ഉറൂസിലേക്ക് ഉസ്താദെ എന്റെ വകയായിട്ട് ഞാൻ ഒരു ആടിനെ കൊടുത്തേക്കാം. ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കണം. അള്ളാഹു കബൂലാക്കട്ടെ. പൊക്കടോ ഞങ്ങൾ 1 2 3 4 ഇനി ആരാ ഉള്ള? ഒരാൾ കൂടെ കൈ പൊക്കണം. 5 ഇൻഷാ അല്ലാഹ്. ഇനി 5 പേരായി. ആരാ? 6ാമത്തെ ആൾ ഒരാട്. അച്ഛൻ നിങ്ങളുടെ എണ്ണിയുടെ 5 പേരായി. ഇനി ആരാ? ഒരാൾ കൂടെ കൈ പൊക്കി. ആരോട് ചങ്ങാതി? വാപ്പ മോന്റെ കൈ പിടിച്ച് പൊക്കി. അൽഹംദുലില്ലാഹ് 6. ഒരാൾ കൂടെ വേണം. 7 ഇൻഷാ അല്ലാഹ്. ഇനി എന്താ? 7 വരുന്നത് വേറെ, ഇന്ന് കിട്ടുന്നത് വേറെ. ഇന്നത്തെ കാര്യം വേറെ. നിങ്ങൾ കൊടുക്കും. അൽഹംദുലില്ലാഹ് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. 7 പേരായി. ഇനി ആരെങ്കിലും ഉണ്ടാ? 7 നല്ല സംഖ്യ. അതുകൊണ്ട് 7 പിടിച്ച് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തൂടെ?
ദുആ ചെയ്തൂടെ? ആ സന്തോഷത്തോടെ പറഞ്ഞ കൈമാരെ അള്ളാഹു നമുക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അപ്പൊ നബിതങ്ങളെ കാണാനുള്ള ഒരു ആയത്ത് പറഞ്ഞു തരട്ടെ. ആവശ്യമുണ്ടോ? ഒന്ന് കൈവക്കിക്ക്. ആവശ്യമുള്ളവരൊക്കെ ഇതുപോലെ കൈവക്കിയ സെന്റ് സ്ഥലം നമുക്ക് കവറടക്കാനുള്ള സ്ഥലം വാങ്ങായിരുന്നു. ഇതുപോലെ എല്ലാവരും ഒന്ന് കൈവക്കിയാൽ അൽഹംദുലില്ലാ 1 സെന്റെങ്കിലും 1 സെന്റ് നമുക്ക് വാങ്ങാൻ പറ്റും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതൂല്ലേ? അതോ ഇതിലേക്കിട്ട് കളയാനാണ്? ഖുർആനിൽ ബിസ്മി ഇല്ലാത്തൊരു സൂറത്തുണ്ട്. ഏതാ സൂറത്ത്? സൂറത്തു തൗബ. ഏതാണ് സൂറത്ത്? സൂറത്ത് തൗബ. ആ സൂറത്ത് തൗബയുടെ ഏറ്റവും അവസാനത്തെ 2 ആയത്തുകൾ ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും എന്ന് തുടങ്ങുന്ന സൂറത്ത് തൗബയുടെ ഏറ്റവും അവസാനത്തെ 2 ആയത്തുകൾ ഓതുന്നവർ ശ്രദ്ധിക്കുക. ബിസ്മി ഓതരുത്, അഊദ് മാത്രമേ ഓതാവൂ. ഈ 2 ആയത്തുകൾ നിങ്ങൾ നിത്യമാക്കിക്കോ. മഹാനായ ശിബിലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം സാക്ഷിയ 27 കൊല്ലം മുടങ്ങാതെ ഓതി. വലിയ ചരിത്രമാണ്. ചരിത്രം നിർത്തിക്കൊണ്ട് പറയണത് ശരിയല്ലാത്തത് കൊണ്ട് തെളിവുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ 2 ആയത്തുകൾ നിങ്ങൾ നിത്യമാക്കി നോക്ക്. മദീനത്ത് റൗളയ്ക്കകത്ത് കിടക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പാറശാലയുടെ പരിസരത്ത് കിടക്കുന്ന നിന്റെ വീട്ടിലും ഒരു ദിവസം വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അൽഹംദുലില്ലാ. ദുആ ചെയ്തൂടെ? എല്ലാരും ഒന്ന് മുണ്ട് പൊക്കി കൊടുത്തിക്കുക. എല്ലാരും കൊടുത്തിരിക്കണം. മുണ്ടൊന്ന് പൊക്കി കൊടുത്തറോ? മടക്കി കൊടുത്താനല്ല, നെരിയാണിക്ക് മുകളിലേക്കൊന്ന് പൊക്കിയരെ. ഒന്ന് പൊക്ക് ചങ്ങായിമാരെ. പാൻഡിട്ടവരൊന്നും പൊക്കിക്ക് കുഴപ്പമില്ല. കാരണം അഹങ്കാരത്തിന്റെ അടയാളവ നെരിയാണിക്ക് താഴെ വസ്ത്രമിടുന്നത്. അഹങ്കാരിയുടെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദുആ പ്രതീക്ഷിച്ചാ വന്നെ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. എല്ലാവരും ദുആ കഴിഞ്ഞ് സമാധാനത്തോടെ നിൽക്കണം. എല്ലാവർക്കും ഭക്ഷണമുണ്ട്, പേടിക്കണ്ട. അവനവൻ തിന്നേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ അള്ളാഹു പേരെഴുതിയിട്ടുണ്ട്. അത് അവനവന് തന്നെ കിട്ടും. റബീഉൽ അവ്വൽ മാസമല്ലേ? നബിതങ്ങളെ മറന്നുകൊണ്ട് നമുക്ക് വഅദ് പറയാൻ പറ്റില്ലല്ലോ. ഒരു ബറക്കത്തിനൊരു 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു മൂക്കിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. പഞ്ഞിയെടുത്ത് നിന്റെ മൂക്കിന്റെ ദ്വാരത്തിൽ വെക്കുകയാണ്. എന്നിട്ട് നിന്റെ കുടുംബക്കാര് പറയുന്ന കാണണ്ടവരൊക്കെ കണ്ടോ പൊതിയാ പോകുകയാ. എല്ലാവരും നിന്നെ കാണാൻ ഒരുമിച്ച് കൂടുകയാണ്. തിരക്ക് കൂടിയപ്പോ നിന്റെ കുടുംബക്കാര് തന്നെ പറഞ്ഞു, കണ്ടതൊക്കെ മതി പൊതിയാറ്. ഈ പള്ളിയിൽ നിന്ന് വാഹനം വന്നടാ പടച്ചവനെ. ആ വാഹനത്തിനകത്തേക്ക് നിന്നെ എടുത്തു മലർത്തിക്കിടത്തുമല്ലോ. അതാ പള്ളിയിലേക്ക് കൊണ്ടുവരികയാണ്. നിസ്കരിക്കുന്ന ഉപ്പമാര്, നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആരാ നിന്റെ ജനാസ ചുമക്കുന്നതാരാ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോ നിസ്കരിച്ച മുസ്ലിമേ, ഈ കാണുന്ന പള്ളി തികയൂല. നീ പറഞ്ഞല്ലോ പലരുടെയും ജനാസ കൊണ്ടുവച്ചപ്പോ ഈ പള്ളി നിറഞ്ഞെന്ന അത്ഭുതത്തോടെ പറയുന്നല്ലോ. എങ്കിൽ അതൊന്നുമല്ല വാപ്പാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ മക്കളും നിന്റെ പെൺമക്കളും നിന്റെ മരുമക്കളും സീരിയല് കണ്ടുകൊണ്ടിരിക്കുമ്പോ അതേ വീടിന്റെ നിസ്കാര പായിക്കകത്തിരുന്ന് നിസ്കരിച്ച ഉമ്മ നിന്റെ ജനാസ ഈ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ ഈ പള്ളിയും പരിസരവും നിറഞ്ഞിരിക്കുകയാണ്. കാലുകുത്താ സ്ഥലമില്ല. നിങ്ങളൊക്കെ പള്ളിയിൽ വരുന്നതിന് മുമ്പേ പള്ളി നിറഞ്ഞിരിക്കുകയാ. നിങ്ങളൊക്കെ പള്ളിയിൽ വരുന്നതിന് മുമ്പ് ഈ പള്ളിയും പരിസരവും ഈ നാട് മുഴുവനും നിറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ടല്ല, ഇന്ത്യയുടെ പ്രസിഡന്റ് വരുന്നത് കൊണ്ടല്ല, സാക്ഷാൽ സൗദി അറേബ്യയുടെ ഭരണാധികാരി വരുന്നത് കൊണ്ടല്ല. പിന്നെ ആര് വരുമെന്നറിയോ? എടാ ചെറുപ്പക്കാരാ, നീ മരിക്കുമ്പോ കേന്ദ്രമന്ത്രിമാര് വരില്ലടാ, കേരളത്തിന്റെ മുഖ്യമന്ത്രി വരില്ലടാ, രാഷ്ട്രീയക്കാര് വരില്ലടാ. അല്ലാഹുവിന്റെ
പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോ നിസ്കരിച്ച ചെറുപ്പക്കാരാ, പിന്നെ ആര് വരുമെന്നറിയോ? ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാ. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ 70,000 മലക്കുകളുണ്ടല്ലോ. ഈ കാണുന്ന പള്ളി നിറയ്ക്കുമടാ. ഈ പരിസരം മുഴുവനും അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് നിറയുകയാ. ഈ പള്ളിപ്പറമ്പ് മുഴുവനും മലക്കുകൾ വന്ന് നിറയുകയാണ്. എന്തിനെന്നറിയോ? നിന്നെ കബറടക്കാനാണ് മോനെ. സിറാജ് വെറുതെ പറഞ്ഞതല്ല. അല്ലാഹുവേ, ജീവിതത്തിന്റെ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, ആരാ ഖുബൈബിനെ കബറടക്കിയതാരാ? ആരാ ഖുബൈബിനെ കബറടക്കിയത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മലക്കുകളാണ് കബറടക്കിയത്. മലക്കുകൾ കബറടക്കി